My dear students, all of you are welcome to today's class. In the fourth and last unit, namely making schools more inclusive, today we are going to discuss the last and very important topic, namely inclusive evaluation. Now let us go through the topic in detail. Inclusive evaluation. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നും ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ടീച്ചർ കുട്ടികളെ പരിഗണിക്കേണ്ടതെന്നും വ്യത്യസ്ത തരം ഡൈവേഴ്സിറ്റിയുള്ള കുട്ടികൾ ആരൊക്കെയെന്നും വ്യത്യസ്ത തരം ഡിസബിലിറ്റീസ് എന്തൊക്കെയാണെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ടീച്ചേഴ്സിൻ്റെ റോള്, ഈ വ്യത്യസ്ത തരം ഇമ്പയർമെൻ്റുള്ള കുട്ടികൾ, വ്യത്യസ്ത തരം ഡിസബിലിറ്റീസുള്ള കുട്ടികൾ, ഡൈവേഴ്സിറ്റിയുള്ള കുട്ടികൾ, അപ്പം അവരെയൊക്കെ ഡീൽ ചെയ്യുമ്പോൾ ടീച്ചേഴ്സിൻ്റെ വ്യക്തമായ റോളും നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കുകളിൽ കൂടി വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്, മൂല്യനിർണ്ണയം. ഏതൊരു ക്ലാസ്സിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ശരി മൂല്യനിർണ്ണയത്തിൽ കൂടിയേ നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടി കഴിയുള്ളൂ. നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകളിൽ കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളും മറ്റ് എല്ലാവിധ ടെക്നിക്സും നമ്മൾ പ്രയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഡൈവേഴ്സിറ്റിയുള്ള കുട്ടികളെ, പ്രത്യേകിച്ച് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് എല്ലാ കുട്ടികളെയും ഒരു വ്യത്യാസമില്ലാതെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ എല്ലാം നമ്മൾ നൽകി കഴിഞ്ഞു. അപ്പം ആ രൂപത്തിൽ പ്രവർത്തനം കൊടുത്താൽ പിന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഇവാലുവേഷൻ എങ്ങനെ നടക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. The issue of diversity in evaluation is important for the inclusiveness of marginalized groups. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ, അവരെ ശരിയായ രീതിയിൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇവാലുവേഷൻ, ഇഷ്യൂ ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഇവാലുവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവാലുവേഷനിലും അതുപോലെ തന്നെ വേണം, ഡൈവേഴ്സിറ്റി വേണം. അപ്പോൾ ഡൈവേഴ്സിറ്റിയിലെ കുട്ടികളെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഡൈവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് നമ്മൾ ആ രൂപത്തിൽ നമ്മൾ മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ നടത്തിക്കൊണ്ട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നമ്മൾ കരിക്കുലത്തെ നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ട് അവർക്ക് നൽകുമ്പോൾ അവരിൽ എത്രമാത്രം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്, എല്ലാ കുട്ടികളിലും എത്രമാത്രം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഡൈവേഴ്സിറ്റി ഇൻ ഇവാലുവേഷൻ, അതായത് ഇവാലുവേഷനിലുള്ള ഈ വൈവിധ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം പ്രാധാന്യം ഉള്ളതാണ്. Evaluators can use the inclusive evaluation model for access to diverse voices. വ്യത്യസ്ത തരം ശബ്ദങ്ങൾക്ക് അനുമതി നൽകുന്ന രീതിയിൽ, പ്രവേശനം നൽകുന്ന രീതിയിൽ ഇൻക്ലൂസീവ് ഇവാലുവേഷൻ ഇവാലുവേറ്റേഴ്സ് എന്ത് ചെയ്യുക, ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പം വ്യത്യസ്ത തരം ശബ്ദങ്ങൾക്ക്, ഡൈവേഴ്സ് ഗ്രൂപ്പുകളാണല്ലോ, അവരുടെയൊക്കെ ശബ്ദങ്ങൾക്ക് അതിനെല്ലാം സ്വാഗതം ചെയ്യുന്ന രൂപത്തിൽ അവർക്ക് അവരുടെ ശബ്ദങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ പ്രവേശനം നൽകുന്ന രീതിയിൽ ഇൻക്ലൂസീവ് ഇവാലുവേഷൻ നടത്തുന്ന ഇവാലുവേറ്റേഴ്സ് ഈ ഇൻക്ലൂസീവ് ഇവാലുവേഷൻ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇൻ അഡീഷൻ ദിസ് മോഡൽ റെപ്രസെൻറ്റ്സ് ദ വ്യൂ ഓഫ് ദോസ് വിത്ത് ലീസ്റ്റ് പവർ. പിന്നെ വളരെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ തീരെയും അധികാര ശ്രേണിയിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ട വളരെ കുറഞ്ഞ അധികാരമുള്ള ആളുകൾ, ആ വിഭാഗത്തിൽ വരുന്ന കുട്ടികൾ, പഠിതാക്കൾ, അവരുടെ വ്യൂ കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഈ മോഡൽ ഇൻക്ലൂസീവ് ഇവാലുവേഷൻ. അപ്പോൾ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ, മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, വളരെ കുറഞ്ഞ ഈ പവറിൻ്റെ ഈ ശ്രേണിയിൽ ഏറ്റവും തട്ടി കിടക്കുന്നവർ, അവരുടെയൊക്കെ വ്യൂ പോയിൻറ്റ്സുകൾ പ്രതിനിധീകരിക്കുന്നുണ്ട് എന്തിൽ, ഇൻക്ലൂസീവ് ഇവാലുവേഷൻ. The inclusive evaluation model follows certain theoretical assumptions which include alternative paradigms and methods. അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ഇവാലുവേഷൻ മോഡൽ എന്ന് പറയുന്നത് ചില തത്വശാസ്ത്രപരമായ ചില അസംഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ആൾട്ടർനേറ്റീവ് പാരഡൈംസ്, ഇതേവരെ നമ്മൾ ട്രഡീഷണലായിട്ട് നമ്മൾ പ്രയോഗിച്ചിരുന്ന സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടുള്ള പാരഡൈം, നേരത്തെ ഉള്ളതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു പാരഡൈം, അതുപോലെ തന്നെ മെത്തേഡ്സ്, പഠന രീതികൾ,
ഇവാലുവേഷൻ്റെ രീതികൾ ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ മോഡലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നുണ്ട്. അപ്പം സമീപനത്തിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് പാരഡൈംസ് ഷിഫ്റ്റ്, സമീപനത്തിലെ മാറ്റം, അതുപോലെ തന്നെ മെത്തേഡ്സുകളിലെ മാറ്റം, അതിനനുസൃതമായിക്കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഇവാലുവേഷൻ നടത്താൻ ഈ മോഡൽ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, ഇൻ്റർപ്രറ്റീവ് ഓർ കൺസ്ട്രക്റ്റിവിസ്റ്റ് പാരഡൈം, ദ ട്രാൻസ്ഫോർമേറ്റീവ് പാരഡൈം, ഫെമിനിസ്റ്റ് മെത്തേഡ്സ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി ഇവാലുവേഷൻസ്. ഒരു ഉദാഹരണമായിട്ട് ഇൻ്റർപ്രറ്റീവ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് പാരഡൈം. കൺസ്ട്രക്റ്റിവിസമൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പം കൺസ്ട്രക്റ്റിവിസം എന്ന സമീപനം കരിക്കുലം നിർമ്മാണത്തിലും അധ്യാപക പരിശീലനത്തിലും പഠന സാമഗ്രികളുടെ നിർമ്മാണത്തിലും കുട്ടികളുടെ ക്ലാസ് റൂമിലെ കുട്ടിയും അധ്യാപകരും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഈ എല്ലാ കാര്യങ്ങളും വ്യത്യാസമുണ്ട് കൺസ്ട്രക്റ്റിവിസത്തിൽ. നേരത്തെ ഉണ്ടായിരുന്ന ബിഹേവിയറിസത്തിനേക്കാൾ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു സമീപനമാണ്. അപ്പം കൺസ്ട്രക്റ്റിവിസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റീവ് പാരഡൈം സമീപനം, അതുപോലെ ട്രാൻസ്ഫോർമേറ്റീവ് പാരഡൈം, മറ്റൊന്നാണ് ട്രാൻസ്ഫോർമേറ്റീവ് പാരഡൈം എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്ഫോർമേറ്റീവ് പാരഡൈം എന്ന് പറയുമ്പം രൂപാന്തരം പ്രാപിച്ചിട്ടുള്ള ഒരു സമീപനം, എല്ലാവിധ മാർജിനൈസ്ഡ് ഗ്രൂപ്പ്സുകളെ ഉൾക്കൊള്ളുന്ന ഒരു സമീപനമാണ് ട്രാൻസ്ഫോർമേറ്റീവ് പാരഡൈം എന്ന് പറയുന്നത്. അതുപോലെ ഫെമിനിസ്റ്റ് മെത്തേഡ്സ്, നമ്മൾ ജെൻഡർ ഇൻക്ലൂഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ബന്ധപ്പെട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള മെത്തേഡ്സുകൾ ആൻഡ് പാർട്ടിസിപ്പേറ്ററി ഇവാലുവേഷൻ, അതുപോലെ തന്നെ എല്ലാവർക്കും പങ്കാളിത്തം നൽകിക്കൊണ്ടുള്ള മൂല്യനിർണ്ണയം. ഇതൊക്കെ ഈ തിയററ്റിക്കൽ, നേരത്തെ പറഞ്ഞ തിയററ്റിക്കൽ അസംഷൻസിൻ്റെ ഭാഗമായിക്കൊണ്ട് പുതിയ സമീപനത്തിൽ ഉൾക്കൊള്ളിച്ചതാണ്. The alternative paradigms and methods provide better balanced evaluations than traditional positivist paradigms. ആൾട്ടർനേറ്റീവ് പാരഡൈം മെത്തേഡ്സുകളൊക്കെ കൂടുതൽ ബാലൻസിങ് കൊണ്ടുവരുന്നു എന്തിന്, ഇവാലുവേഷന്, ഇതിനേക്കാൾ ട്രഡീഷണൽ പോസിറ്റിവിസ്റ്റ് പാരഡൈംസ്, ട്രഡീഷണലായിട്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന പാരഡൈം അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് കൂടുതൽ ബാലൻസിങ് ഇവാലുവേഷൻ നൽകുന്നുണ്ട് ആൾട്ടർനേറ്റീവ് പാരഡൈംസും മെത്തേഡ്സുകളും. The interpretive or constructivist paradigm argues for the recognition of multiple socially constructed realities. കൺസ്ട്രക്റ്റിവിസ്റ്റ് പാരഡൈം എന്ന് പറയുന്നത്, മെത്തേഡ്സുകൾ എന്ന് പറയുന്നത്, അവരുടെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നതാണ് മൾട്ടിപ്പിൾ സോഷ്യലി കൺസ്ട്രക്റ്റഡ് റിയാലിറ്റീസ്, സാമൂഹ്യമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പലതരം വ്യത്യസ്തമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ അതിനെയൊക്കെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പം സാമൂഹ്യമായി കൺസ്ട്രക്റ്റ് ചെയ്യപ്പെട്ടുള്ള വ്യത്യസ്തരം റിയാലിറ്റീസ്, യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്ന ഒന്നാണ്. അതിനു വേണ്ടിയാണ് ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് പാരഡൈം വാദിക്കുന്നത്. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഇവാലുവേറ്റർ ആൻഡ് പാർട്ടിസിപ്പൻസ് ഈസ് എസെൻഷ്യൽ ടു മേക്കിംഗ് ദിയർ വാല്യൂസ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ക്രിയേറ്റിംഗ് നോളജ് ദാറ്റ് വിൽ ബി ദ റിസൾട്ട് ഓഫ് ദ സ്റ്റഡി. അപ്പോൾ ഇവാലുവേറ്ററും പാർട്ടിസിപ്പൻസും തമ്മിലുള്ള പരസ്പരമുള്ള ഇൻട്രാക്ഷൻ, ഇടപെടലുകൾ വളരെ അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു മേക്കിംഗ് ദിയർ വാല്യൂസ് എക്സ്പ്ലിസിറ്റ്, അവരുടേതായ കുട്ടികളുടേതായ പാർട്ടിസിപ്പൻസിൻ്റെ വാല്യൂസ് ശരിക്കും പുറത്തെടുക്കാൻ, പാർട്ടിസിപ്പൻസിൻ്റെ വാല്യൂസ് ശരിക്കും അത് എക്സ്പ്ലിസിറ്റ് ചെയ്യാൻ, വ്യക്തമാക്കാൻ എന്ത് വേണം, ഇവാലുവേറ്ററും പാർട്ടിസിപ്പൻസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെ അത്യാവശ്യമാണ്. ആൻഡ് ക്രിയേറ്റിംഗ് നോളജ് ദാറ്റ് വിൽ ബി ദ റിസൾട്ട് ഓഫ് ദ സ്റ്റഡി, അതുപോലെ അറിവുകൾ ക്രിയേറ്റ് ചെയ്യാനും അതായിരിക്കും ഈ സ്റ്റഡിയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. Moreover, this paradigm is characterized using mainly qualitative methods in a hermeneutical and dialectical manner. മറ്റൊരു വലിയ സവിശേഷത എന്ന് പറയുന്നത്, ഈ പാരഡൈം, ഈ സമീപനം എന്ന് പറയുന്നത്, അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ക്വാളിറ്റിയാണ്, അല്ല ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡല്ല, ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. അതായത് ഹെർമെനോട്ടിക്കൽ, അതുപോലെ തന്നെ ഡയലക്റ്റിക്കൽ മാനർ. ഹെർമെനോട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഭാഷാതന്ത്രം, ഡയലക്റ്റിക്കൽ എന്ന് പറയുമ്പോൾ ഗ്രാമ്യ ഭാഷ. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും ഗ്രാമീണ ഭാഷകളും ഒക്കെ ഈ ഇവാലുവേഷൻ സിസ്റ്റത്തിൽ പരിഗണിച്ചുകൊണ്ട്, ഇപ്പം വ്യത്യസ്ത തരം കൾച്ചറുള്ളവരുടെ അവരുടേതായ ഭാഷകളെ, ഗ്രാമ്യ ഭാഷകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൽ ആണ് എന്ത് ചെയ്ത്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് ഈ പാരഡൈം, പുതിയ പാരഡൈമിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്.
The transformative paradigm places central importance on the lives and experience of marginalized groups. ഇനി ട്രാൻസ്ഫോർമേറ്റീവ് പാരഡൈം രൂപാന്തരം വന്നിട്ടുള്ളതായ സമീപനം ഇറ്റ് പ്ലേസസ് സെൻട്രൽ ഇമ്പോർട്ടൻസ് ഓൺ ദ ലൈഫ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. ഏറ്റവും സെൻട്രൽ ഇമ്പോർട്ടൻസ് മുഖ്യമായ പ്രാധാന്യം നൽകുന്നത് ഇതിനാണ്. മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ അവരുടെ ജീവിതങ്ങളും അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങളും അതിനാണ് പ്രാധാന്യം നൽകുന്നത്. നമ്മളൊരുപാട് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സുകളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അവരുടെ ജീവിതത്തിനും അവരുടെ അനുഭവങ്ങൾക്കും മുഖ്യ പ്രാധാന്യം നൽകുന്ന രൂപത്തിലാണ് ട്രാൻസ്ഫോർമേറ്റീവ് പാരഡൈം എന്നുള്ളത്. ഇവിടെ ഇവാലുവേറ്റർ മസ്റ്റ് അനലൈസ് പവർ റിലേഷൻഷിപ്സ്, ലിങ്ക് ദ റിസൾട്ട്സ് ഓഫ് സോഷ്യൽ ഇൻക്വയറി ടു ആക്ഷൻ ആൻഡ് ലിങ്ക് ദ റിസൾട്ട് ഓഫ് ഇവാലുവേഷൻ ടു ക്വസ്റ്റ്യൻ ഓഫ് സോഷ്യൽ ഇനിക്വിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഇവിടെ മൂല്യനിർണ്ണയം നടത്തുന്ന ആൾ ഇവാലുവേറ്റർ എന്ത് ചെയ്യണം? ഹി മസ്റ്റ് അനലൈസ് പവർ റിലേഷൻഷിപ്സ്. സമൂഹത്തിലെ ഈ പവർ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വ്യത്യസ്ത ശ്രേണിയിലുള്ള ആളുകളുണ്ട്, അധികാര ശ്രേണിയിലുള്ള. ആ പവർ റിലേഷൻഷിപ്സിനെ എന്ത് ചെയ്യണം? ഇവാലുവേറ്റർ അനലൈസ് ചെയ്യേണ്ടതുണ്ട്, അപഗ്രഥിക്കേണ്ടതുണ്ട്. എന്നിട്ട് ലിങ്ക് ദ റിസൾട്ട്സ് ഓഫ് സോഷ്യൽ ഇൻക്വയറി ടു ആക്ഷൻ. ഈ സോഷ്യൽ ഇൻക്വയറിൻ്റെ സാമൂഹ്യമായ ഈ അന്വേഷണത്തിൻ്റെ റിസൾട്ടുകൾ ആക്ഷനായിട്ട് പ്രവർത്തനങ്ങളായിട്ട് മാറ്റേണ്ടതുണ്ട്. ആൻഡ് ലിങ്ക് ദ റിസൾട്ട് ഓഫ് ഇവാലുവേഷൻ. അതുപോലെ തന്നെ ഇവാലുവേഷൻ്റെ റിസൾട്ടിനെ ലിങ്ക് ചെയ്യണം, ചേർക്കണം. ഇതിനെ ടു ക്വസ്റ്റ്യൻ ഓഫ് സോഷ്യൽ ഇനിക്വിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹ്യമായിട്ടുള്ള ഇനിക്വിറ്റി, അസമത്വങ്ങൾ, ഇൻജസ്റ്റിസ്, ഇതിനോട് എന്താണ് ചേർക്കേണ്ടതുണ്ട്. ഓക്കെ, സാമൂഹ്യ നീതി ഇല്ലായ്മ, അതുപോലെ തന്നെ സമത്വമില്ലായ്മ എന്നുള്ള ചോദ്യങ്ങൾക്ക് ആ ചോദ്യങ്ങളോട് എന്ത് ചെയ്യണം? ഈ കണ്ടെത്തലുകളിൽ ലിങ്ക് ചേർക്കേണ്ടതുണ്ട്. This paradigm assumes that diverse viewpoints exist with regard to many social realities and needs to be placed within a political, cultural and economic value system in order to understand the basis for the differences. ഈ സമീപനം എന്ന് പറയുന്നത് ഇറ്റ് അസ്യൂംസ് ദാറ്റ് ഡൈവേഴ്സ് വ്യൂ പോയിൻറ്റ്സ് എക്സിസ്റ്റ്. വ്യത്യസ്തമായ വ്യൂ പോയിൻറ്റുകൾ, കാഴ്ചപ്പാടുകൾ എക്സിസ്റ്റ് ചെയ്യുന്നു. വിത്ത് റിഗാർഡ് ടു മെനി സോഷ്യൽ റിയാലിറ്റീസ്, സാമൂഹ്യമായ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വ്യൂ പോയിൻറ്റ്സുകൾ എക്സിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് നീഡ്സ് ടു ബി പ്ലേസ്ഡ് വിത്ത് ഇൻ എ പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് വാല്യൂ സിസ്റ്റം. രാഷ്ട്രീയമായും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ളൊരു വാല്യൂ സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം? അതിനെ പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിസ് ഫോർ ദ ഡിഫറൻസസ്. എന്തുകൊണ്ട് ഈ ഡിഫറൻസസ് വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡൈവേഴ്സ് വ്യൂ പോയിൻറ്റ്സുകൾ ഉണ്ടായിരിക്കും ഇത് സോഷ്യൽ റിയാലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, furthermore, objectivity is valued, but it is necessary for the evaluator to be involved in the communities impacted by the program to a significant degree. പിന്നീട് എന്താണ്? ഒബ്ജക്റ്റിവിറ്റി ഈസ് വാല്യൂഡ്, വസ്തുനിഷ്ഠത അതാണ് വാല്യൂ ചെയ്യപ്പെടുന്നത്. ബട്ട് ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഇവാലുവേറ്റർ ടു ബി ഇൻവോൾവ് ഇൻ ദ കമ്മ്യൂണിറ്റീസ് ഇമ്പാക്റ്റഡ് ബൈ ദ പ്രോഗ്രാം ടു എ സിഗ്നിഫിക്കൻറ്റ് ഡിഗ്രി. പക്ഷേ ഇവാലുവേറ്റർക്ക്, മൂല്യനിർണ്ണയിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് മൂപ്പർ എന്ത് ചെയ്യണം? കമ്മ്യൂണിറ്റീസ്, ഏത് കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം നടപ്പാക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ചെയ്യേണ്ടതുണ്ട്. ഒരു പരിധിവരെ, ഒരു നല്ല അളവിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്യണം? ഈ പ്രോഗ്രാം നടപ്പാക്കപ്പെടുന്ന കമ്മ്യൂണിറ്റീസിൽ ഇൻവോൾവ് ചെയ്യേണ്ടതുണ്ട്. ട്രാൻസ്ഫോർമേറ്റീവ് പാരഡൈം യൂസസ് ബോത്ത് ക്വാളിറ്റേറ്റീവ് ഓർ മിക്സ്ഡ് മെത്തേഡ്സ് with impacted community involved in the methodological and programmatic decision. ട്രാൻസ്ഫോർമേറ്റീവ് പാരഡൈം എന്ത് ചെയ്യണം? യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഓർ മിക്സഡ് മെത്തേഡ്സ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അളവുമായിട്ട് ബന്ധപ്പെട്ട. ക്വാളിറ്റേറ്റീവോ ഗുണനിലവാരമായിട്ട് ബന്ധപ്പെട്ട. അപ്പം ആ രണ്ട് മെത്തേഡ്സ്, അതിൽ മിക്സഡ് മെത്തേഡ്സ് രണ്ടും ചേർന്നുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും രണ്ടും ചേർന്നാണ് മിക്സഡ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പം ട്രാൻസ്ഫോർമേറ്റീവ് പാരഡൈം ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സുണ്ട്, മിക്സഡ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. വിത്ത് ഇമ്പാക്റ്റഡ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്ഡ് ഇൻ ദ മെത്തഡോളജിക്കൽ ആൻഡ് പ്രോഗ്രാമാറ്റിക് ഡിസിഷൻ. കമ്മ്യൂണിറ്റിയിൽ
ഇതിൻ്റെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മെത്തേഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളെ ബാധിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആൻഡ് മിക്സഡ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ആൻ ഇൻക്ലൂസീവ് ഇവാലുവേഷൻ ആർ മെനി. ഇൻക്ലൂസീവ് ഇവാലുവേഷൻ ഉപയോഗിക്കുന്നതിന് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, അതിൻ്റെ മേന്മകൾ ഒരുപാടുണ്ട്. ഇൻക്ലൂസീവ് ഇവാലുവേഷൻസ് ആർ മോർ ഡെമോക്രാറ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് ഡൂയിയൻ നോഷൻസ് ഓഫ് മോഡ് ഓഫ് അസോസിയേറ്റഡ് ലിവിങ് ഓഫ് കൺജോയിൻറ്റ് കമ്മ്യൂണിക്കേറ്റഡ് എക്സ്പീരിയൻസ്. ഇവിടെ ഇൻക്ലൂസീവ് ഇവാലുവേഷന് എന്ന് പറയുന്നത് വളരെ ഡെമോക്രാറ്റിക്കലി പ്രൊഡ്യൂസ്ഡാണ്, ജനാധിപത്യപരമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടുള്ളതാണ്. അത് നമ്മുടെ ജോൺ ഡോയിയുടെയൊക്കെ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ കാഴ്ചപ്പാട് അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ളതാണ്. അത് അസോസിയേറ്റഡ് ലിവിങ് ഓഫ് കൺജോയിൻറ്റ് കമ്മ്യൂണിക്കേറ്റഡ് എക്സ്പീരിയൻസ്. ഒരു സമൂഹം അസോസിയേറ്റഡ് ആയിട്ടുള്ള ജീവിക്കുന്ന, അതായത് പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന സംയോജിപ്പിക്കപ്പെട്ട എക്സ്പീരിയൻസസ്, പരസ്പരം എല്ലാവരുടെയും അനുഭവങ്ങളെ സംയോജിപ്പിക്കപ്പെട്ടുകൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡൂയിയൊക്കെ വിഭാവനം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് മോർ ഡെമോക്രാറ്റിക്കലി പ്രൊഡ്യൂസ്, കൂടുതൽ ജനാധിപത്യപരമാണ് സംഭവം. ദേ ആർ മോർ ക്രെഡിബിൾ ഡ്യൂ ടു സ്റ്റേക്ക് ഹോൾഡർ ഇൻവോൾവ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഡഡ് ഡയലോഗ്. കൂടുതൽ വിശ്വാസ്യതയുള്ളതാണ് എന്ത് ട്രാൻസ്ഫോർമേറ്റീവ് പാരഡൈം എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ട് സ്റ്റേക്ക് ഹോൾഡർ ഇൻവോൾവ്മെൻറ്റ്, തൽപര കക്ഷികൾ, അതായത് ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട തൽപര കക്ഷികളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതുപോലെ എക്സ്പാൻഡഡ് ഡയലോഗ്, ഒരുപാട് സംവാദങ്ങൾ, വിശാലമായ രീതിയിൽ സംവാദങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വളരെ സുതാര്യമായ രീതിയിൽ ഡെമോക്രാറ്റിക്കായ രീതിയിൽ എല്ലാ തൽപര കക്ഷികളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസ്ഫോർമേറ്റീവ് പാരഡൈം നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വളരെയധികം വിശ്വാസ്യതയുണ്ട്. ദ ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ഡയലോഗ് പ്രൊഡ്യൂസസ് മോർ ഡാറ്റ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ മോർ കൺസ്ട്രക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഈ ഡയലോഗിൻ്റെ പിന്നെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്, ഇൻവോൾവ്മെൻ്റ് ആൻഡ് ഡയലോഗ് പ്രൊഡ്യൂസ് മോർ ഡാറ്റ. ഈ ഇൻവോൾവ്മെൻറ്റും അതുപോലെ തന്നെ ഡയലോഗും കൂടുതൽ ഡാറ്റ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ മോർ കൺസ്ട്രക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. അത് കൂടുതലായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാൻ സഹായകമാകും. അതിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഈ ഇൻവോൾവ്മെൻറ്റും, അതായത് സൊസൈറ്റിയിലെ വ്യത്യസ്ത സ്ഥലങ്ങൾ തമ്മിലുള്ള ഈ അസോസിയേറ്റഡ് ലിവിങ്, കൺജോയിൻറ്റ് കമ്മ്യൂണിക്കേറ്റഡ് എക്സ്പീരിയൻസസ്, അതുപോലെ തന്നെ ഡയലോഗും സംവാദങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസസ് മോർ ഡാറ്റ, കൂടുതൽ ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഡാറ്റ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ മോർ കൺസ്ട്രക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. കൂടുതൽ നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ആ ഡാറ്റകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. Certain disadvantages should be taken into consideration when using this model. ഇനി ഈ മോഡൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, അപ്രോച്ചസ് അതർ ദാൻ ട്രഡീഷണൽ ഇവാലുവേഷൻ ആർ അൺനോൺ ആൻഡ് ദെർബൈ സസ്പെക്ട്. ഉദാഹരണമായിട്ട് ട്രഡീഷണൽ ഇവാലുവേഷൻ അല്ലാതെ, പരമ്പരാഗതമായിട്ടുള്ള മൂല്യനിർണ്ണയം അല്ലാതെ ഉള്ള ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത് ദിസ് അൺനോൺ ആൻഡ് ദെർബൈ സസ്പെക്ട്. അത് ആർക്കും അറിയില്ല, ഇതുവരെ അറിയപ്പെടാത്തൊരു ഇവാലുവേഷനാണ്. ട്രഡീഷണൽ ഇവാലുവേഷൻ അല്ലാതെ പുതിയൊരു ഇവാലുവേഷൻ എന്ന അൺനോൺ ആണ്, പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സംശയമാണ്. ആൻഡ് ദെർബൈ സസ്പെക്ട്, എത്രമാത്രം ഇത് ഫലപ്രദമാവും, എത്രമാത്രം ഇത് കാര്യക്ഷമമായി നടത്താൻ കഴിയും, എത്രമാത്രം കുട്ടികളുടെ നേട്ടങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള സംശയങ്ങൾ ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊരു പോരായ്മയാണ്. ദ വാല്യൂസ് ഓഫ് ഇൻക്ലൂസീവ് ഇവാലുവേഷൻ ക്യാൻ ബി threatening to some stakeholders such as those with power. ഇവിടെ ഇപ്പോൾ ഇൻക്ലൂസീവ് ഇവാലുവേഷൻ്റെ ഈ വാല്യൂസ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് രീതിയും ട്രാൻസ്ഫോർമേറ്റീവ് രീതിയിലുള്ളൊക്കെ ഇവാലുവേഷനൊക്കെ നടത്തുമ്പോൾ സമൂഹത്തിലെ താഴെ തട്ടിലടക്കം മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സുകൾക്കൊക്കെ തുല്യ പരിഗണന നൽകിക്കൊണ്ട്, എല്ലാവർക്കും തുല്യ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ഇവാലുവേഷനാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ പവർ ഗ്രൂപ്പിന്, സമൂഹത്തിലെ ഉയർന്ന ശ്രേണിയിലുള്ളവർക്ക്, ജാതീയമായിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവറുള്ളത് അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായിട്ടൊക്കെ പവറുള്ള ഈ വിഭാഗങ്ങൾക്ക് അത് അവർക്കൊരു ഭീഷണിയാണ്. എല്ലാവരും തുല്യമായിട്ട് പരിഗണിക്കുക എന്നുള്ളത്.
ദീസ് ഡിസഡ്വാൻറ്റേജസ് ആൾസോ ഡെമോൺസ്ട്രേറ്റ് ദ നീഡ് ഫോർ ഇൻക്ലൂസീവ് ഇവാലുവേഷൻ. എന്നാൽ ഈ ഒരു പോരായ്മകൾ ഒരു ശരിക്കും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇൻക്ലൂസീവ് ഇവാലുവേഷൻ വേണമെന്ന അതിൻ്റെ ആവശ്യകതയിലേക്ക് ഈ ഡിസഡ്വാൻറ്റേജസ്, അതായത് സമൂഹത്തിലെ ഉയർന്ന പവറുള്ള ആളുകളുടെ അവരുടെ ഈ ഒരു മനോഭാവം എന്ന് പറയുന്നത് അത് നമ്മളെ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തേണ്ടത് ദ നീഡ് ഫോർ ഇൻക്ലൂസീവ് ഇവാലുവേഷൻ. ഇൻക്ലൂസീവ് ഇവാലുവേഷൻ നടത്തേണ്ട ആവശ്യകത കൃത്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. The inclusion of multiple stakeholders is a critical step in changing the balance of power and making explicit any equal and prejudicial relationship within a paradigm. പല തരത്തിലുള്ള മൾട്ടിപ്പിളായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, തൽപര കക്ഷികൾ, വ്യത്യസ്ത വിഭാഗങ്ങളിലൂടെ ഡൈവേഴ്സിറ്റിയുള്ള എല്ലാ വിഭാഗത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമ്മൾ പരിഗണിക്കുന്നു ഇൻക്ലൂഷനിൽ. അപ്പോൾ ബാലൻസ് ഓഫ് പവറിനെ മാറ്റുന്നതിലുള്ള ഒരു ക്രിട്ടിക്കലായുള്ള സ്റ്റെപ്പാണത്. ഈ പവർ ബാലൻസ് മാറ്റിയെടുക്കുന്നതിനുള്ള നിർണായകമായിട്ടുള്ള സ്റ്റെപ്പാണ് ഇത് മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് മേക്കിംഗ് എക്സ്പ്ലിസിറ്റ് എനി അൺഈക്വൽ ആൻഡ് പ്രിജുഡീഷ്യൽ റിലേഷൻഷിപ്പ് വിത്തിൻ എ പാരഡൈം. എന്നിട്ടത് പ്രകടമാക്കുന്നു, എക്സ്പ്ലിറ്റ് ചെയ്യുന്നത് എനി അൺഈക്വൽ ആൻഡ് പ്രിജുഡീഷ്യൽ റിലേഷൻഷിപ്പ് വിത്തിൻ എ പാരഡൈം. ഒരു സമീപനത്തിലുള്ള ഏത് പക്ഷപാതത്തോടു കൂടിയുള്ള തുല്യതയില്ലാത്ത ബന്ധങ്ങൾ അതിനെ എന്ത് ചെയ്യുന്നു, പുറത്ത് കൊണ്ടുവരുന്നു. ലൈക്ക്വൈസ് ആൻ ഇവാലുവേറ്റർ മസ്റ്റ് മീറ്റ് ദ ചലഞ്ച് ഓഫ് ഫൈൻഡിങ് ഓർ ലൊക്കേറ്റിംഗ് ദ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ്സ് ആൻഡ് കൺവിൻസിങ് ദം ഓഫ് ദ ബെനിഫിറ്റ്സ് ടു പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഇവാലുവേഷൻ. അതുപോലെ തന്നെ ഒരു ഇവാലുവേറ്റർ എന്ത് ചെയ്യണം, ഹി മസ്റ്റ് മീറ്റ് ദ ചലഞ്ചസ് ഓഫ് ഫൈൻഡിങ് ഓർ ലൊക്കേറ്റിംഗ് ദ സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ്സ്. ഈ തൽപര കക്ഷികളെ കണ്ടെത്തുകയും അവരെ ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ഒരു ചാലഞ്ചുണ്ട്, ആ ഒരു വലിയ വെല്ലുവിളിയാണ്. ആൻഡ് കൺവിൻസിങ് ദം ഓഫ് ദ ബെനിഫിറ്റ്സ് ടു പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഇവാലുവേഷൻ. ഈ ഇവാലുവേഷനിൽ അവർ പങ്കെടുക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ളവർ, സമൂഹത്തിൻ്റെ എല്ലാ ശ്രേണിയിലുള്ളവർ, താഴെത്തട്ടിലുള്ളതും മിഡിലായിട്ടുള്ള ഉയർന്ന തട്ടിലും എല്ലാവരും പരിഗണിച്ചുകൊണ്ട്. അപ്പോൾ വ്യത്യസ്ത ഈ തൽപര കക്ഷികളെ കണ്ടെത്തുകയും അവരെ ലൊക്കേറ്റ് ചെയ്യുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ഈ ഇൻക്ലൂസീവ് ഇവാലുവേഷനിൽ പങ്കെടുക്കുന്നതിൻ്റെ ബെനിഫിറ്റുകൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള വലിയൊരു ചലഞ്ച് ഇവിടെയുണ്ട്. ഇൻ ദിസ് വേ ദി ഇവാലുവേറ്റർ ക്യാൻ റീബാലൻസ് പവർ ബൈ പ്രൊവൈഡിങ് കംപ്ലീറ്റ് റെപ്രസെൻറ്റേഷൻ. ഈ രീതിയിൽ ഇവാലുവേറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവറിനെ റീബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും ബൈ പ്രൊവൈഡിങ് കംപ്ലീറ്റ് റെപ്രസെൻറ്റേഷൻ. എല്ലാ വിഭാഗത്തിലുള്ളവരും പ്രാധാന്യം നൽകിക്കൊണ്ട്, എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ, കുട്ടികൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു പവർ ബാലൻസ്, റീബാലൻസ് കൊണ്ടുവരാൻ ഇവാലുവേറ്റർക്ക് കഴിയുന്നത്. ഇത്രയാണ് ഇൻക്ലൂസീവ് ഇവാലുവേഷനായിട്ട് ബന്ധപ്പെട്ട സമീപനം എന്ന് പറയുന്നത്. അത്രയാണ് നമുക്ക് കരിക്കുലത്തിനകത്ത് വരുന്നത് ഇൻക്ലൂസീവ് ഇവാലുവേഷൻ. ഇനി നമുക്ക് അതിനനുബന്ധമായിട്ട് കരിക്കുലത്തിലൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇൻക്ലൂസീവ് അസസ്മെൻറ്റ് എന്താണെന്നുള്ളതും കൂടി നമുക്ക് പരിശോധിക്കാം. ഇൻക്ലൂസീവ് അസസ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ്. Inclusive assessment is an approach to assessment in mainstream settings where policy and practice are designed to promote the learning of all peoples as far as possible. ഇൻക്ലൂസീവ് അസസ്മെൻറ്റ്, ഇൻക്ലൂസീവായിട്ടുള്ള വിലയിരുത്തൽ എന്ന് പറയുന്ന ഒരു സമീപനമാണ്. എന്തിനാണ് മെയിൻ സ്ട്രീമിംഗ് സെറ്റിങ്ങിൽ വിലയിരുത്താനുള്ള ഒരു സമീപനമാണത്. വേർ പോളിസി ആൻഡ് പ്രാക്ടീസ് ആർ ഡിസൈൻ ടു പ്രൊമോട്ട് ദ ലേണിംഗ് ഓഫ് പീപ്പിൾസ് ആൾ പീപ്പിൾസ് ആസ് ഫാർ ആസ് പോസിബിൾ. എല്ലാ കുട്ടികളുടെയും പഠനം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഏത് നയങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ പരിപാടി നടപ്പാക്കുന്ന ഡിസൈൻ ചെയ്യുമ്പോൾ ഇൻക്ലൂസീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. The overall goal of inclusive assessment is that all assessment policies and procedures should support and enhance the successful inclusion and participation of all pupils vulnerable to exclusion, including those with special education needs. അപ്പോൾ നമ്മൾ കുറേ പഠിച്ചല്ലോ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സിലെ കുട്ടികളടക്കം നമ്മൾ മുഖ്യധാരയിൽ നിന്ന് മുഖ്യധാരയിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട വിഭാഗങ്ങൾ, വളരെ ക്രൂരമായ രീതിയിൽ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട വിഭാഗങ്ങൾ,
അവരുടെ വിജയകരമായ ഇൻക്ലൂഷനും പാർട്ടിസിപ്പേഷനും അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും എല്ലാം എന്താണ് ഈ ഇൻക്ലൂസീവ് അസസ്മെൻറ്റ് സിസ്റ്റത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയെന്ന് പരിശോധിക്കാം. നമുക്ക് ഇൻക്ലൂസീവ് അസസ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പ്രധാനപ്പെട്ട കുറച്ച് പ്രിൻസിപ്പിൾസ് പറയാം. ഓൾ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ അസസ്മെൻറ്റ് സിസ്റ്റം. വൈകല്യങ്ങളുള്ള ഡിസബിലിറ്റീസുള്ള എല്ലാ കുട്ടികളും അസസ്മെൻറ്റ് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള വിലയിരുത്തൽ നടത്തുമ്പോൾ എല്ലാ കുട്ടികളും ഡിസബിലിറ്റീസുള്ള എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിയിട്ടാണ്. ഡിസിഷൻ അബൌട്ട് ഹൗ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് പാർട്ടിസിപ്പേറ്റ്സ് ദ അസസ്മെൻറ്റ് സിസ്റ്റം ആർ ദ റിസൾട്ട് ഓഫ് ക്ലിയർലി ആർട്ടിക്കുലേറ്റ് പാർട്ടിസിപ്പേഷൻ, അക്കോമഡേഷൻ ആൻഡ് ആൾട്ടർനേറ്റീവ് അസസ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. കുട്ടികളെ ഈ ഡിസബിലിറ്റീസുള്ള കുട്ടികൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ തീരുമാനങ്ങൾ അസസ്മെൻറ്റ് സിസ്റ്റത്തിൽ ഡിസബിലിറ്റിയുള്ള കുട്ടികൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളതിന് തീരുമാനങ്ങൾ അതെന്തിൻ്റെ റിസൾട്ടാണ്, എന്തിൻ്റെ ഫലമായിട്ടാണ് ക്ലിയർലി ആർട്ടിക്കുലേറ്റഡ് പാർട്ടിസിപ്പേഷൻ, കൃത്യമായിട്ടും വ്യക്തമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം, അതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ അക്കോമഡേഷൻ, സമരസപ്പെടൽ, എല്ലാ വിഭാഗങ്ങളെയും സമരസപ്പെടൽ, ആൻഡ് ആൾട്ടർനേറ്റീവ് അസസ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അതുപോലെ തന്നെ ബദൽ അസസ്മെൻറ്റ് നടത്തുന്ന ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, ഇതിൻ്റെയൊക്കെ ഫലമാണ്. ഓൾ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് ആർ ഇൻക്ലൂഡഡ്. എല്ലാ വിഭാഗത്തിലുള്ള എല്ലാത്തരം ഡിസബിലിറ്റീസുള്ള കുട്ടികൾ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നു. വെൻ സ്റ്റുഡൻസ് സ്കോർസ് ആർ പബ്ലിക്ലി റിപ്പോർട്ടഡ്. എല്ലാ കുട്ടികളുടെയും സ്കോറുകൾ പബ്ലിക്കായിട്ട് പൊതുവായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇൻ ദ സെയിം ഫ്രീക്വൻസി ആൻഡ് ഫോർമാറ്റ് ആസ് ഓൾ അതർ സ്റ്റുഡൻസ്. ഒരേ ഫ്രീക്വൻസിയിൽ ഒരേ ഫോർമാറ്റിലും മറ്റ് കുട്ടികളെ പോലെ. അപ്പോൾ ഡിസബിലിറ്റീസുള്ള കുട്ടികൾക്ക് മറ്റ് കുട്ടികളെ പോലെ സ്കോറുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. There is improvement of both the assessment system and the accountability system over time through the process of formal monitoring, ongoing evaluation and systematic training in the context of emerging research and best practice. അസസ്മെൻറ്റ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി സിസ്റ്റത്തിലും, അക്കൗണ്ടബിലിറ്റിയാണ് ഉത്തരവാദിത്വം, ചുമതല. അപ്പോൾ അതിൻ്റെ അസസ്മെൻറ്റ് സിസ്റ്റത്തിലും അക്കൗണ്ടബിലിറ്റി സിസ്റ്റത്തിലും എന്തുണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, കാലക്രമത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ത്രൂ ദ പ്രോസസ് ഓഫ് ഫോർമൽ മോണിറ്ററിങ്, ഔപചാരികമായിട്ടുള്ള മോണിറ്ററിങ്ങിൻ്റെ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഔപചാരികമായ മോണിറ്ററിങ് നടക്കുന്നത്, അതുപോലെ ഓൺഗോയിങ് ഇവാലുവേഷൻ, മൂല്യനിർണ്ണയങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. അതുപോലെ സിസ്റ്റമാറ്റിക് ട്രെയിനിങ്, വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള പരിശീലനങ്ങൾ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എമർജിങ് റിസർച്ച് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ്. അപ്പോൾ പുതുതായി ഉയർന്നു വന്നിട്ടുള്ള റിസർച്ച് ഫൈൻഡിങ്സ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, അതുപോലെ ബെസ്റ്റ് പ്രാക്ടീസ്, കൃത്യമായി നല്ല രീതിയിൽ ഇതിൻ്റെ പരിശീലനങ്ങൾ എങ്ങനെ നടത്തണം എന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും, അതായത് ഫോർമൽ മോണിറ്ററിങ് നടക്കുന്നുണ്ട്, ഓൺഗോയിങ് ഇവാലുവേഷൻ നടക്കുന്നുണ്ട്, അതിന് സിസ്റ്റമാറ്റിക് ട്രെയിനിങ്ങും നടക്കുന്നുണ്ട്. Every policy and practice reflects the belief that all students must be included in state and district assessment and accountability systems. എല്ലാ നയങ്ങളും പ്രാക്ടീസുകളും റിഫ്ലക്റ്റ് ചെയ്യുന്ന എന്താണ്, ഒരു വിശ്വാസത്തെയാണ്. എന്തിനാണ് പ്രതിഫലിക്കുന്നത്? ഒരു പോളിസി ആൻഡ് പ്രാക്ടീസസ് റിഫ്ലാക്ട്സ്, എല്ലാ നയങ്ങളും അതുപോലെ തന്നെ പ്രാക്ടീസസും എന്ത് ചെയ്യുന്നത്, അത് നടപ്പാക്കുന്ന രീതികളും പ്രതിഫലിപ്പിക്കുന്നത് എന്താണ്, ഒരു വിശ്വാസമാണ്. എന്താണ്? ദ ബിലീഫ് ദാറ്റ് ആൾ സ്റ്റുഡൻസ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ്. എല്ലാ കുട്ടികളും ഇൻക്ലൂഡ് ചെയ്യപ്പെടണമെന്ന വിശ്വാസം. ആ വിശ്വാസം ഇൻ സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് അസസ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി സിസ്റ്റം, സ്റ്റേറ്റിലെയും ജില്ലയിലെയും അസസ്മെൻറ്റ് സിസ്റ്റത്തിലും അക്കൗണ്ടബിലിറ്റി സിസ്റ്റത്തിലും എല്ലാ കുട്ടികളും എന്താണ് ഇൻക്ലൂഡ് പെടണമെന്ന ആ ഒരു വിശ്വാസം. ഓക്കെ, ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പരിശോധിക്കാം. സവിശേഷതകൾ ഇൻക്ലൂസീവ് അസസ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻക്ലൂസീവ് അസസ്മെൻറ്റ്. ഓൾ സ്റ്റുഡൻസ് ഇൻ ആൾ സെറ്റിംഗ്സ് ഹു റിസീവ് എഡ്യൂക്കേഷണൽ സർവീസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ അസസ്മെൻറ്റ് സിസ്റ്റം. എല്ലാ കുട്ടികളും, എല്ലാ തരത്തിലുള്ള കുട്ടികൾ, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ തരത്തിലുള്ള എല്ലാ ഡൈവേഴ്സിറ്റിയുള്ള കുട്ടികളും, അവർക്ക് എഡ്യൂക്കേഷണൽ സർവീസ് കിട്ടുന്ന, വിദ്യാഭ്യാസപരമായ സേവനങ്ങൾ കിട്ടുന്ന എല്ലാ കുട്ടികളും, അവരെല്ലാവരെയും
എന്താണ് അസസ്മെൻറ്റ് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിൽ ഈ ഇൻക്ലൂസീവ് അസസ്മെൻറ്റിൽ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നേട്ടങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അസസ് ചെയ്യും. എക്സെപ്ഷൻസ് ഓർ എക്സ്ക്ലൂഷൻസ് ഫ്രം അസസ്മെൻറ്റ് ആർ അലൗഡ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് ദേ ആർ അലൗഡ് ഫോർ അതർ സ്റ്റുഡൻസ്. ഇനി എന്തെങ്കിലും എക്സെപ്ഷൻസോ അല്ലെങ്കിൽ എക്സ്ക്ലൂഷനോ ഈ അസസ്മെൻറ്റ് സിസ്റ്റത്തിനുള്ള എക്സ്ക്ലൂഷനോ എന്തെങ്കിലും എക്സെപ്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ, ഡിസബിലിറ്റീസിലെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ തന്നെ ഏതാണ് അതർ സ്റ്റുഡൻസിന്, നോർമലായിട്ടുള്ള സ്റ്റുഡൻസിന് കിട്ടുന്ന രൂപത്തിലുള്ള ആ ഒരു എക്സെപ്ഷനും എക്സ്ക്ലൂഷൻ തന്നെ ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ ഇവർക്കായിട്ട് വിവേചനപരമായിട്ടുള്ള എക്സെപ്ഷനോ എക്സ്ക്ലൂഷനോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും തുല്യ പരിഗണന. അക്കോമഡേഷൻസ് ആർ അവൈലബിൾ ടു ആൾ സ്റ്റുഡൻസ്. എല്ലാ കുട്ടികളെയും അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിസിഷൻസ് അബൌട്ട് യൂസ് ആർ ബേസ്ഡ് ഓൺ സ്റ്റുഡൻറ്റ് നീഡ് ആൻഡ് യൂസ് ഇൻ ഇൻസ്ട്രക്ഷൻ. എന്നിട്ട് ഡിസിഷൻസ് എടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആൻഡ് ഡിസിഷൻസ് അബൌട്ട് യൂസ് ആർ ബേസ്ഡ് എന്തിനാ? ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ ഈ അക്കോമഡേഷൻ എല്ലാ കുട്ടികളെയും അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. തീരുമാനങ്ങൾ എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റുഡൻറ്റ് നീഡ്. കുട്ടികളുടെ ആവശ്യത്തിന് അനുസൃതമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആൻഡ് യൂസ് ഇൻ ഇൻസ്ട്രക്ഷൻ. എന്നിട്ട് ബോധന സമ്പ്രദായത്തിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. All students in all placement settings for receiving educational services accounted for in the reporting system. എല്ലാ സെറ്റിങ്സിലുള്ള കുട്ടികൾ, എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികളും, എഡ്യൂക്കേഷണൽ സർവീസ് കിട്ടുന്ന, വിദ്യാഭ്യാസപരമായ സേവനങ്ങൾ കിട്ടുന്ന എല്ലാ കുട്ടികളും ഇതിൻ്റെ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ ആണ് they are accounted for in the reporting. എല്ലാ കുട്ടികളും ഈ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നു. The number and percentage of students not in the assessment system in any way are reported and an explanation given for their non-participation. അസസ്മെൻറ്റ് സിസ്റ്റത്തിൽ ഉൾപ്പെടാത്ത കുട്ടികൾ, അതിൻ്റെ നമ്പർ പെർസെൻറ്റേജും അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആരൊക്കെയാണ് പങ്കാളികളാവാത്തതെന്നുള്ളത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യും. അവരുടെ നോൺ പാർട്ടിസിപ്പേഷൻ, അവരുടെ പങ്കാളിത്ത ഇല്ലായ്മയ്ക്കുള്ള എക്സ്പ്ലനേഷനും വിശദീകരണങ്ങളും നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സിസ്റ്റമാറ്റിക്കായിട്ട് ആരൊക്കെയാണ് ഇതിൽ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത് അസസ്മെൻറ്റ് സിസ്റ്റത്തിൽ എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്. അതിനുള്ള വിശദീകരണങ്ങളും നൽകുന്നുണ്ട്. Scores that are not aggregated because of technical issues are still reported. ഇനി സ്കോറുകൾ, ഇതിൻ്റെയൊക്കെ സ്കോറുകൾ ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് സ്കോറുകൾ അഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് ഇതിൻ്റെ സ്കോറുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതും എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. All decisions about student participation, accommodations and alternative assessments are collected, compiled and reported, and the data are used to improve the quality of the assessment process at the school, district and state levels. കുട്ടികളെ പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും, അവരുടെ അക്കോമഡേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ആൻഡ് ആൾട്ടർനേറ്റീവായിട്ടുള്ള അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഡിസിഷൻസൊക്കെ കലക്ട് ചെയ്യപ്പെടുന്നു. കമ്പൈൽ അതെന്ത് ചെയ്യുന്നുണ്ട്? കമ്പൈൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സമാഹരിക്കുന്നുണ്ട്. ആൻഡ് റിപ്പോർട്ടഡ്, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ദ ഡാറ്റ ആർ യൂസ്ഡ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ അസസ്മെൻറ്റ് പ്രോസസ്സ്. എന്നിട്ട് ഈ ഡാറ്റകൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? അസസ്മെൻറ്റ് പ്രോസസ്സിൻ്റെ അസസ്മെൻറ്റ് നടത്തുന്ന പ്രക്രിയയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അറ്റ് ദ സ്കൂൾ, ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് ലെവൽസ്. സ്കൂൾ ലെവലും ജില്ലാ തലത്തിലും സ്റ്റേറ്റ് ലെവലും. അപ്പോൾ എന്താണ്? സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷൻ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും, അതുപോലെ അക്കോമഡേഷൻസ് ആൻഡ് ആൾട്ടർനേറ്റീവ് അസസ്മെൻറ്റ്സ്, അവരുടെ അക്കോമഡേഷൻസ് അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരവും കളക്ട് ചെയ്യുകയും കമ്പൈൽ ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റകൾ എന്തിനുപയോഗിക്കുന്നു? അസസ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സ്കൂൾ തലത്തിലും ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും. The consequence of student assessment decisions are identified. സ്റ്റുഡൻ്റ് അസസ്മെൻറ്റിൻ്റെ ഡിസിഷൻസ്, തീരുമാനങ്ങൾ, അതിൻ്റെ കോൺസിക്വൻസസ് എന്ത് ചെയ്യുന്നുണ്ട്? ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്.
എന്നിട്ട് കമ്പയർ ചെയ്യപ്പെടുന്നുണ്ട്, അത് സമാഹരിക്കുന്നു ആൻഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ആൻഡ് ദ ഡാറ്റ റിവ്യൂഡ് ബൈ മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എന്നിട്ട് ഈ കിട്ടുന്ന ഡാറ്റയിൽ നിന്നു വ്യത്യസ്തമായിട്ടുള്ള തൽപര കക്ഷികളാൽ അത് റിവ്യൂ ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ആർ യൂസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ അക്കൗണ്ടബിലിറ്റി പ്രോസസ് അറ്റ് ദ സ്കൂൾ, ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് ലെവൽസ്. എന്നിട്ട് നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഒരു ആധികാരികത, അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്ത ചുമതലകൾ, കൃത്യമായ ചുമതലകൾ നിർവഹിക്കുന്നതിൻ്റെ ഒരു ക്വാളിറ്റി, ഗുണപരമായ ഒരു അക്കൗണ്ടബിലിറ്റി അത് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സംഭവം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ ഡിസിഷൻസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന, കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് ഈ ഡാറ്റയൊക്കെ റിവ്യൂ ചെയ്യുന്നു. ആര്? മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, വ്യത്യസ്ത എല്ലാ തലത്തിലുള്ള തൽപര കക്ഷികളാൽ റിവ്യൂ ചെയ്യപ്പെടുന്നു. എന്നിട്ട് ഈ ഡാറ്റ എന്ത് ചെയ്യുന്നു, ഈ ഡാറ്റ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്തിന്? ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ. എന്തിൻ്റെ? അക്കൗണ്ടബിലിറ്റി പ്രോസസ് അറ്റ് ദ സ്കൂൾ, ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് ലെവൽസ്. ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും സ്കൂൾ തലത്തിലുമുള്ള ഇതിൻ്റെ ശരിയായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന്, ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വിലയിരുത്താൻ വേണ്ടിയിട്ട്, എന്നിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു. All students are included in every aspects of assessment and accountability systems. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കുട്ടികളെയും ഈ അസസ്മെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി സിസ്റ്റത്തിലെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇൻക്ലൂഡിങ് ദ അസസ്മെൻറ്റ്സ്, ദ റിപ്പോർട്ടിംഗ് ഓഫ് ദ ഡാറ്റ, ദ ഡിറ്റർമിനേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി മെഷേഴ്സ് ആൻഡ് ദ യൂസ് ഓഫ് ഡാറ്റ ഫോർ സ്കൂൾ ഇംപ്രൂവ്മെൻറ്റ്. അസസ്മെൻറ്റുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്, ഡാറ്റ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, അക്കൗണ്ടബിലിറ്റി തീരുമാനിക്കുന്നതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, അക്കൗണ്ടബിലിറ്റി മെഷേഴ്സ് ശരിയായ രീതിയിൽ ഉത്തരവാദിത്ത ബോധത്തിൽ കൂടി എങ്ങനെയാണ് സംഭവം നടത്തണം അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, ആൻഡ് ദ യൂസ് ഓഫ് ഡാറ്റ ഉപയോഗിക്കുന്നതിൽ ഫോർ സ്കൂൾ ഇംപ്രൂവ്മെൻറ്റ്, സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നതിൽ ഇൻ ദ ആസ്പെക്ട്സ് ഓഫ് അസസ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി സിസ്റ്റം. ഏതൊക്കെ ഉൾപ്പെടുന്നു? അസസ്മെൻറ്റ് ഉൾപ്പെടുന്നു, റിപ്പോർട്ടിംഗ് ഓഫ് ദ ഡാറ്റ ഉൾപ്പെടുന്നു, ഡിറ്റർമിനേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി മെഷേഴ്സ് ഉൾപ്പെടുന്നു, ആൻഡ് ദ യൂസ് ഓഫ് ഡാറ്റ ഫോർ സ്കൂൾ, ആൻഡ് ദ യൂസ് ഓഫ് ഡാറ്റ, ഇത് നാലും ഉൾപ്പെടുന്നു ഫോർ സ്കൂൾ ഇംപ്രൂവ്മെൻറ്റ്, സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി. All aspects of assessment and accountability systems are designed and reviewed collaboratively with input from the stakeholders. Example, parents, advocacy groups, related service providers, community members, as well as general education, special education, curriculum assessment and administrative personnel. വളരെ പ്രധാനമായിട്ട് all aspects of assessments and accountability systems are designed. അസസ്മെൻറ്റിൻ്റെയും അക്കൗണ്ടബിലിറ്റി സിസ്റ്റത്തിൻ്റെയും എല്ലാ ഘടകങ്ങളും എന്ത് ചെയ്യുന്നു? ഡിസൈൻ ചെയ്യപ്പെടുന്നത്, രൂപകൽപ്പന ചെയ്യപ്പെടുന്നത്, ആൻഡ് റിവ്യൂഡ്, അതിനെ വിലയിരുത്തപ്പെടുന്നതും കൊളാബറേറ്റീവിറ്റിയാണ്, കൂട്ടായ്മയിൽ കൂടിയാണ്. ഏതെങ്കിലും 1-2 ഉദ്യോഗസ്ഥന്മാർ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, കൂട്ടായ്മയിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ അസസ്മെൻറ്റും അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയും ഒക്കെ എന്ത് ചെയ്യുന്നത്? വിലയിരുത്തപ്പെടുന്നത്, അത് ഡിസൈൻ ചെയ്യപ്പെടുന്നതും അത് വിലയിരുത്തപ്പെടുന്നതും. വിത്ത് ഇൻപുട്ട് ഫ്രം അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, മറ്റുള്ള തൽപര കക്ഷികളിൽ നിന്നും കിട്ടുന്ന ഇൻപുട്ട്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. എക്സാമ്പിൾ, പേരൻസിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട്, അഡ്വക്കസി ഗ്രൂപ്പ്സ്, ഇതുവരെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രൊമോട്ട് ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളെ, റിലേറ്റഡ് സർവീസ് പ്രൊവൈഡേഴ്സ്, ഇതുവരെ ബന്ധപ്പെട്ട മറ്റ് സർവീസുകൾ, സേവനങ്ങൾ നൽകുന്ന വിഭാഗങ്ങളെ, സന്നദ്ധ സംഘടനകളൊക്കെ വരും, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, സമൂഹത്തിലെ മറ്റ് അംഗങ്ങൾ, ബന്ധപ്പെട്ട അംഗങ്ങൾ, ഇവരുടെയൊക്കെ ആണ് ഇവരിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻപുട്ട്. ആ ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് അസസ്മെൻ്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി സിസ്റ്റംസ് ഡിസൈൻ ചെയ്യപ്പെടുന്നതും റിവ്യൂ ചെയ്യപ്പെടുന്നതും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആസ് വെൽ ആസ് ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, കരിക്കുലം അസസ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സണൽ. അതുപോലെ തന്നെ ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, നമ്മൾ നേരത്തെ പഠിച്ചത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, അതിന് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും, കരിക്കുലം അസസ്മെൻറ്റ്, കരിക്കുലത്തെ അസസ് ചെയ്യുന്ന വിഭാഗം, ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സണൽ. പിന്നെ ഭരണനിർവഹണം, ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഭരണപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സൺ. ഇവരിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻപുട്ട്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്തെന്നത് ഈ
അസസ്മെൻറ്റിൻ്റെ എല്ലാ ഘടകങ്ങളും അതുപോലെ അക്കൗണ്ടബിലിറ്റി സിസ്റ്റം ഒക്കെ ഡിസൈൻ ചെയ്യപ്പെടുന്നതും റിവ്യൂ ചെയ്യപ്പെടുന്നതും. അപ്പോൾ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന ഒരു സംഭവമാണ് ഇത് ഇൻക്ലൂസീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇൻക്ലൂസീവ് അസസ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇൻക്ലൂസീവ് ഇവാലുവേഷനാണ് നമുക്ക് കരിക്കുലത്തിൽ പഠിക്കാനുള്ളത്. അസസ്മെൻറ്റും കൂടി അതിൻ്റെ കൂടെ നമ്മൾ ചർച്ച ചെയ്തു എന്ന് കാര്യം നമ്മൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിക്കോളും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 4th സെമ്മിലെ ക്രിയേറ്റിംഗ് ആൻഡ് ഇൻക്ലൂസീവ് സ്കൂൾ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പേപ്പറിലെ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. അത് ഫലപ്രദമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമങ്ങൾക്കൊക്കെ ഫലപ്രാപ്തി ഉണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഫുള്ളി കിട്ടത്തക്ക രൂപത്തിൽ തന്നെയാണ് സ്ലൈഡുകളൊക്കെ തയ്യാറാക്കിയത്, അതിൻ്റെ എക്സ്പ്ലനേഷൻസൊക്കെ തയ്യാറാക്കി അയച്ചത്. റെഗുലർ ക്ലാസ് ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ നിങ്ങൾക്ക് ഉണ്ടാവുമെന്നുള്ള വലിയൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. വളരെ പരിമിതമായ ദിവസങ്ങളേ ഉള്ളൂ. ഡിസംബറിൽ എപ്പോഴും നമുക്ക് എക്സാം പ്രഖ്യാപിക്കാം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വർക്കുകളുണ്ട്. പ്രാക്ടിക്കൽ ഇപ്പോൾ EPC ഒക്കെ ഉണ്ടല്ലോ, അണ്ടർസ്റ്റാൻഡിങ് സെൽഫ്, ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടീച്ചിങ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടുതൽ പഠിക്കാൻ മറക്കരുത്. സൈക്കോളജി പേപ്പറും ഫെസിലിറ്റേറ്റിംഗ് ലേണിങ്ങും അതുപോലെ തന്നെ നമ്മളെ ഫിലോസഫിൻ്റെ പേപ്പറും ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ 3 പേപ്പറും അതിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ. അതൊക്കെ ഒന്ന് വെച്ച് ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ശരി, എന്നാൽ എല്ലാവർക്കും ഒരു നല്ല ഭാവി ആശംസിക്കുന്നു. എക്സാമിലും അതുപോലെ തന്നെ ടീച്ചിങ് പ്രാക്ടീസിലൊക്കെ ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ. അതുമാത്രമല്ല, BEd കഴിഞ്ഞ അധ്യാപകരായി പോകുമ്പോൾ ഇനിയിപ്പോൾ 4-5 മാസം കൊണ്ട് നിങ്ങളെന്ത് ചെയ്യും, കുഞ്ഞാത്തമ്മയുടെ പടിയിറങ്ങി അധ്യാപകരായി പോകും. ജീവിതത്തിലുടനീളം നിങ്ങൾ അധ്യാപകരായിട്ട് പ്രവർത്തിക്കുന്നിടത്തോളം കാലം സത്യസന്ധമായിട്ട് എല്ലാ മക്കളെയും പരിഗണിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിൽ നമ്മൾ പഠിച്ച തിയറീസൊക്കെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് മാതൃകാപരമായ അധ്യാപനം നടത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ ദ ബെസ്റ്റ്.